Assalamu alaikum. Happy Ramadan. Hello friends. Welcome to Honey. ഞാൻ നൂർജഹാൻ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. പലർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കാം. എങ്കിലും അറിയാത്തവർക്കും പാചകം പഠിച്ചു വരുന്നവർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ റെസിപ്പി. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 500 ഗ്രാം ചിക്കൻ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കനാണ്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം ഒരെണ്ണം ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തത്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ, സവാള ഒരെണ്ണം ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തത്, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 4 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ, ഓയിൽ ആവശ്യത്തിന്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ചിക്കനിലേക്ക് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ എല്ലാം കൂടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് 15 മിനിറ്റ് അടച്ചു വെക്കുക. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായാൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കം, സവാള, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ മുളക് പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ചില്ലി സോസും ടൊമാറ്റോ സോസും സോയാ സോസും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം കലക്കി വെച്ച കോൺഫ്ലവർ ചിക്കനിലേക്ക് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് കുറുകു വന്നതിന് ശേഷം വിനാഗിരിയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ആദ്യമേ കാണാൻ ബെല്ലൈക്കൺ അമർത്താം. താങ്ക് യു.